അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പലപ്പോഴും നമുക്ക് ചില സംഗതികളൊക്കെ PDF ആയിട്ട് അയക്കേണ്ട അവസ്ഥ വരും. ചില ഫയലുകളൊക്കെ അതല്ലെങ്കിൽ ചില പുസ്തകങ്ങൾ, ചില ഭാഗങ്ങൾ, ചില ഇതൊക്കെ നമുക്ക് PDF ആയിട്ട് അയച്ച് കിട്ടണം ചിലർ പറയാറുണ്ട് ചില ഫയലുകളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെയാണ് ചെയ്യാമെന്നൊരു പ്രയാസം ഉണ്ടായിരിക്കും. അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ് ഇനി നമ്മൾ പറയണത്. ഡോക്ക് സ്കാനർ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ക്യാം സ്കാനർ എന്നുള്ളതുണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. അതിന് ചില പേയ്മെൻറ്റ് സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഫ്രീ ആയിട്ടുള്ളതാണ്. DOC സ്പേസ് CANNER ഡോക്ക് സ്കാനർ എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഡോക്ക് സ്കാനർ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ചില ഫീച്ചേഴ്സിനൊക്കെ അതിൽ ക്യാഷുള്ളൂ. അപ്പോൾ നമുക്കവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. അപ്പോൾ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ഫോർ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം. അപ്പോൾ ഞാനൊരു ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു PDF ആക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഓരോ പേജായിട്ട് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് പേജ് എടുത്തു, സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്തു, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ ശരിയല്ലെങ്കിൽ എനിക്ക് റീടേക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും എടുക്കും. അതല്ലെങ്കിൽ എടുത്തിട്ടുള്ള പുസ്തകം ഏതാണോ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട പേജ് അത് മാത്രം കറക്റ്റ് എടുത്ത് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വെള്ള കളറുള്ള പുസ്തകമാണെങ്കിൽ ബാക്കിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് മനസ്സിലാവും ഇത് ഏത് ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. കളർ ഉള്ള ഒരു ടേബിൾ വെച്ചാൽ മനസ്സിലാവില്ല എവിടെ ഇത് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക, അടുത്ത പേജ് എടുക്കുക. അടുത്ത പേജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനും ഇതുപോലെ സെലക്ട് അടിക്കുക, ക്യാമറ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പേജ് സെലക്റ്റായി. ഇനി കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് ഏതൊക്കെ എത്ര പേജ് വേണോ ആ പേജുകളൊക്കെ എന്ത് ചെയ്യുക, ഓരോന്ന് പറയുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പേജായിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു PDF ആഡ് ചെയ്യും. ഓക്കെ, കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതെല്ലാം ആഡായി നമുക്കിവിടെ ഒരു PDF രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുന്ന് സേവ്ഡ് ആയിരിക്കും ഓൾറെഡി. നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യുക, പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് നേരെ ഷെയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയർ എൻ്റയർ ഡോക്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ മൊത്തം ഡോക്യുമെൻറ്റ് PDF ആയിട്ട് എന്ത് ചെയ്യും, ഇതിനെ ക്രിയേറ്റ് ആയി. ഇപ്പോൾ PDF ആയിട്ട് ഞാനിത് ഷെയർ അടിച്ചിട്ട് വാട്സപ്പിലേക്കോ മറ്റോ എടുക്കുക കൊടുക്കുന്നത് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ PDF ആയിട്ട് എന്ത് ചെയ്യും, മറ്റേ ആൾക്ക് അയച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാം. ജസ്റ്റ് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓരോ പേജ് ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, PDF ആയിട്ട് അയക്കാൻ പറ്റും. PDF എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിലൊക്കെ ഫോട്ടോ ഓരോ പേജാണല്ലോ കിട്ടുക. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എല്ലാ പേജും കൂടി ഇപ്പോൾ 10 പേജ് ഒരുമിച്ചായിട്ട് ഒറ്റൊരു ഫയലായിട്ട് ഒറ്റ ക്ലിക്കിലെല്ലാം കൂടി തുറന്ന് കാണണമെങ്കിലാണ് നമുക്ക് ഈ ഒരു PDFൻ്റെ ആവശ്യം സാധാരണ ഉണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.